യുദ്ധത്തിന്റെ 3ാം വാർഷികത്തിൽ യുക്രൈനെതിരെ ഡ്രോൺ ആക്രമണം അഴിച്ചുവിട്ട റഷ്യ. ഖാർക്കിവ്, പൊൾത്താവ, സുമി, കീവ്, ചെർണിവ്, ഒഡേസ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇടങ്ങളിലുൾപ്പെടെ 13 സ്ഥലത്താണ് റഷ്യ ഒറ്റ ദിവസം ഒരേ സമയം വ്യാപക ഡ്രോൺ ആക്രമണം നടത്തിയത്. യുക്രൈനെതിരെ റഷ്യ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിതെന്നാണ് റിപ്പോർട്ടുകൾ. 267 ഡ്രോണുകളാണ് ഈ പ്രദേശങ്ങളിലേക്ക് പറന്നെത്തിയത്. ഇതിൽ 138 എണ്ണത്തിനെ വെടിവെച്ചിടാനായി എന്നാണ് യുക്രൈൻ വ്യോമസേന പറയുന്നത്. ഇതിനൊപ്പം 3 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും റഷ്യ നടത്തിയെന്നും യുക്രൈൻ വ്യോമസേന വക്താവ് യുറി ഇഗ്നാത്ത് പറഞ്ഞു. യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ ഉൾപ്പെടെ കനത്ത നാശമാണ് റഷ്യൻ ആക്രമണത്തിലുണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. യുക്രൈൻ വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ മിക്ക ദിവസങ്ങളിലും രാത്രിയിൽ റഷ്യ ഡ്രോൺ ആക്രമണം നടത്താറുണ്ട്. ഇത് തടയാൻ റഷ്യയുടെ വിതരണ ശൃംഖല ലക്ഷ്യമാക്കിയാണ് യുക്രൈൻ ആക്രമണം നടത്തുന്നത്. പുതിയ ആക്രമണത്തിൽ എത്രമാത്രം നാശമുണ്ടായെന്ന് വ്യക്തമല്ല. നിലവിൽ 2 സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം 1150 ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 35 മിസൈൽ ആക്രമണങ്ങളും 1400 ഗൈഡഡ് ബോംബുകളും റഷ്യ യുക്രൈനു നേരെ പ്രയോഗിച്ചു. 2022 ഫെബ്രുവരി 24-നാണ് റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തിയത്. നാറ്റോയുടെ ഭാഗമാകാനുള്ള യുക്രൈനിന്റെ ശ്രമത്തിന് പിന്നാലെയുണ്ടായ തർക്കങ്ങൾക്ക് പിന്നാലെയാണ് റഷ്യൻ അധിനിവേശമുണ്ടായത്. അതിനിടെ രാജ്യത്തിന് സമാധാനം കിട്ടുമെങ്കിൽ പദവി ഒഴിയാൻ തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. യുക്രൈൻ തലസ്ഥാനമായ കീവിലെ പരിപാടിയിലാണ് രാജിക്ക് ഒരുക്കമാണെന്ന് സെലൻസ്കി പറഞ്ഞതെന്ന് ദി കീവ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു. യുക്രൈനെ നാറ്റോ അംഗത്വം വേണമെന്നും ആവശ്യപ്പെട്ടു. 2019-ൽ 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സെലൻസ്കി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചിരുന്നു. സെലൻസ്കി സ്വേച്ഛാധിപതിയാണെന്നും ട്രംപ് ആരോപിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് സെലൻസ്കിയുടെ പ്രതികരണം. രാജ്യത്തിന്റെ സുരക്ഷയിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അല്ലാതെ 20 വർഷത്തെ ഭരണത്തിലല്ല. 10 വർഷം അധികാരത്തിലിരിക്കാൻ പോലും പദ്ധതിയില്ല എന്നും സെലൻസ്കി പറഞ്ഞു. റഷ്യ നിരന്തരം ആക്രമിക്കുകയും 1/5 പ്രദേശം കൈവശപ്പെടുത്തുകയും ചെയ്തതിനാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ തെരഞ്ഞെടുപ്പ് നടത്തില്ലെന്നാണ് യുക്രൈന്റെ നിലപാട്. ഈ മാസം റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾ ട്രംപ് തുടങ്ങിയിരുന്നു. വെടിനിർത്തൽ കരാർ ഒപ്പിട്ടാൽ ഉടനെ യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. യുദ്ധസമയത്ത് തെരഞ്ഞെടുപ്പ് നടത്താനാകില്ലെന്ന് യുക്രൈനിലെ NGO-കൾ പറഞ്ഞു. ഫെബ്രുവരിയിലെ സർവേ പ്രകാരം അടുത്ത തെരഞ്ഞെടുപ്പിലും സെലൻസ്കി അധികാരത്തിൽ തുടരണമെന്നാണ് 69% യുക്രൈൻകാരും കരുതുന്നത്.